ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പതിവ് പോലെ 30 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിത കായിക താരം PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. ഈയിടെ വിരമിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഈയിടെ വിരമിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി WIFS. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് WIFS. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി വിവ കേരളം. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം. അപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. ഈയിടെ വിരമിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് WIFS. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത. 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത. 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 149. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞ ആകെ ദിനങ്ങൾ 286. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന ആകെ ദിനങ്ങളാണ് 286. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഹംഗറി. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് ഹംഗറി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 149. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന ആകെ ദിനങ്ങളാണ് 286. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് ഹംഗറി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് 2025 മാർച്ച് 18. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് 2025 മാർച്ച് 18. അപ്പോൾ കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് എന്ന് ചോദിച്ചാൽ 62 മണിക്കൂർ 6 മിനിറ്റ്. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് 2025 മാർച്ച് 18. 2025 മാർച്ചിൽ US ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്
ഇംഗ്ലീഷ്. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ്. ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ. പുണ്യ, ആദ്യ. ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് പുണ്യ, ആദ്യ. അടുത്തിടെ അന്തരിച്ച തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥ. എ ലൈഫ് ഇൻ മ്യൂസിക്. അടുത്തിടെ അന്തരിച്ച തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥയാണ് എ ലൈഫ് ഇൻ മ്യൂസിക്. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേര്. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. അപ്പോൾ 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ്. ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് പുണ്യയും ആദ്യയും. അടുത്തിടെ അന്തരിച്ച തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥയാണ് എ ലൈഫ് ഇൻ മ്യൂസിക്. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേരാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി. പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? MB രാജേഷ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? MB രാജേഷ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ നീളം ചോദിച്ചാൽ 77 മീറ്റർ. അപ്പോൾ സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ നീളം 77 മീറ്റർ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. കതിരവൻ. സംവിധാനം അരുൺ രാജൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം അരുൺ രാജൻ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? K കൃഷ്ണൻകുട്ടി. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? K കൃഷ്ണൻകുട്ടി. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. JD വാൻസ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് JD വാൻസ്. അപ്പോൾ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം ചോദിച്ചാൽ അരുൺ രാജൻ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടി. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് JD വാൻസ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 2024 70ാം വാർഷികം ആഘോഷിച്ച ഉറൂബിൻ്റെ കൃതി. ഉമ്മാച്ചു. 2024 70ാം വാർഷികം ആഘോഷിച്ച ഉറൂബിൻ്റെ കൃതിയാണ് ഉമ്മാച്ചു. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രൊസസ്സർ. കൈരളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രൊസസ്സറാണ് കൈരളി. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 2024 70ാം വാർഷികം ആഘോഷിച്ച ഉറൂബിൻ്റെ കൃതിയാണ് ഉമ്മാച്ചു. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രൊസസ്സറാണ് കൈരളി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യനുമായിട്ട് കാണാം. അപ്പോൾ എക്സാമിന് മുമ്പ് മാക്സിമം കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം പോയിന്റ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്